പ്ലാസ്റ്റിക് സർജറി പലരും ചോദിക്കാറുണ്ട്, വല്ല പ്ലാസ്റ്റിക് ഉപകരണങ്ങൾ വല്ല ഉപയോഗിക്കുന്നതുകൊണ്ടാണോ, എന്താണ് പേര്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്ലാസ്റ്റിക് സർജറിക്ക് 2 ഉപവിഭാഗങ്ങളുണ്ട്. കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഈ മൾട്ടിപ്പിൾ പ്രഗ്നൻസീസ് ഒക്കെ, ടു റീഷേപ്പ് ഓർ ടു റീമോൾഡ്. നമസ്കാരം. ജൂലൈ 15 is known as World Plastic Surgery Day. ഇന്ന് നമ്മുടെ ഒപ്പം കൂടെയുള്ളത് ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി ഡിപ്പാർട്ട്മെന്റിലെ HOD ആയ ഡോക്ടർ ദീപക് അരവിന്ദ് ആണ്. ഹലോ സർ. ഞാൻ ചോദിച്ചോട്ടെ, വൈ പ്ലാസ്റ്റിക് സർജറി? എന്തുകൊണ്ടാണ് ഈ ഒരു സ്പെഷ്യാലിറ്റിക്ക് ഈ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പേര് പ്ലാസ്റ്റിക് സർജറി എന്നറിയപ്പെടുന്നത്? അത് പലർക്കും ഉള്ളൊരു സംശയമാണ്, ഈ സ്പെഷ്യാലിറ്റിയുടെ പേരെന്താ. മറ്റ് സ്പെഷ്യാലിറ്റികൾക്ക് ഇപ്പോൾ നമുക്ക് നെഫ്രോളജി, കാർഡിയോളജി, അതത് അവയവങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് അതിൻ്റെ പേര് വരുന്നത്. പക്ഷേ പ്ലാസ്റ്റിക് സർജറി പലരും ചോദിക്കാറുണ്ട്, വല്ല പ്ലാസ്റ്റിക് ഉപകരണങ്ങൾ വല്ല ഉപയോഗിക്കുന്നതുകൊണ്ടാണോ, എന്താണ് പേര്. അതൊന്നുമല്ല കാരണം. ഇത് ആക്ച്വലി പ്ലാസ്റ്റിക് എന്ന വാക്ക് വന്നത് പ്ലാസ്റ്റിക്കോസ് എന്നൊരു ഗ്രീക്ക് വാക്കുണ്ട്. അതിൻ്റെ അർത്ഥം ടു മോൾഡ് ഓർ ടു ഗീവ് ഷേപ്പ്, അല്ലെങ്കിൽ മലയാളത്തിൽ പറഞ്ഞാൽ രൂപപ്പെടുത്തുക. അതായത് ഞങ്ങൾ ചെയ്യുന്ന സർജറികളെല്ലാം ഷേപ്പുകളെ കുറച്ച് ചേഞ്ച് ചെയ്യാനും ടിഷ്യൂസിന് ചേഞ്ച് ചെയ്യാനൊക്കെ ഉള്ളതുകൊണ്ട് ടു റീഷേപ്പ് ഓർ ടു റീമോൾഡ് എന്നർത്ഥം വരുന്ന ഗ്രീക്ക് വേർഡായ പ്ലാസ്റ്റിക്കോസിൽ നിന്ന് വന്നതാണ് ഈ പ്ലാസ്റ്റിക് സർജറി എന്ന വാക്ക്. അമംഗ് ദ പബ്ലിക് സാധാരണ അറിയപ്പെടുന്നത് ഈ സിനിമാ താരങ്ങൾക്കും സീരിയൽ താരങ്ങൾക്കൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്പെൻസീവ് ട്രീറ്റ്മെന്റ് ആണ് പ്ലാസ്റ്റിക് സർജറി. സാറിന്റെ അഭിപ്രായത്തിൽ സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് പ്ലാസ്റ്റിക് സർജറി? തികച്ചും സാധാരണ എല്ലാ ആൾക്കാർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ട്രീറ്റ്മെന്റ് തന്നെയാണ് പ്ലാസ്റ്റിക് സർജറി. ജനങ്ങളുടെ ഇടയിൽ പൊതുവേ ഉള്ളൊരു തെറ്റിദ്ധാരണയാണ്, അതായത് ഈ പ്ലാസ്റ്റിക് സർജറി എല്ലാ റിച്ച് ആൾക്കാർക്കും എന്ത് ചെയ്താലും ഭയങ്കര കൂടുതൽ ചിലവേറിയ ഓപ്പറേഷനുകളുടെ പ്രൊസീജിയറുകളാണ്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്ലാസ്റ്റിക് സർജറിക്ക് 2 ഉപവിഭാഗങ്ങളുണ്ട്, ലൈക്ക് സബ് സ്പെഷ്യാലിറ്റി എന്ന് പറയുന്ന പോലെ. അതായത് റീകൺസ്ട്രക്റ്റീവ് സർജറി, രണ്ടാമത്തെ കോസ്മെറ്റിക് സർജറി അല്ലെങ്കിൽ എസ്തെറ്റിക് സർജറി എന്നും പറയും. അപ്പോൾ ഇതിനകത്ത് കോസ്മെറ്റിക് സർജറി എന്ന് വരുന്ന വിഭാഗത്തിലാണ് നമ്മൾ നോർമൽ ആൾക്കാരിൽ സൗന്ദര്യം വർദ്ധിപ്പിക്കാനും കുറച്ചുകൂടെ ബെറ്റർ ലുക്ക് ഉണ്ടാക്കാനൊക്കെ വേണ്ടി ഈ ഫാറ്റ് കുറയ്ക്കുന്ന ലൈപ്പോസക്ഷൻ, മൂക്കിൻ്റെ സർജറി, റൈനോപ്ലാസ്റ്റി, പിന്നെ വയറ് കുറയ്ക്കാൻ ചെയ്യുന്ന അബ്ഡോമിനോപ്ലാസ്റ്റി, ടമ്മി ടക്ക്, ഇങ്ങനെയുള്ള പ്രൊസീജിയറുകളെല്ലാം, പിന്നെ ഈ ബോട്ടോക്സ്, ഫില്ലേഴ്സ്, ഇതെല്ലാം കോസ്മെറ്റിക് സർജറി വരും. അത് താരതമ്യേന ചിലവേറിയ വിഭാഗമാണ് ഈ കോസ്മെറ്റിക് സർജറിയിലെ ഓപ്പറേഷനുകൾ. ഇനി മറ്റൊരു സൈഡിൽ റീകൺസ്ട്രക്റ്റീവ് സർജറി എന്ന് പറയും. അതായത് നമ്മുടെ തൊലി, ദശയൊക്കെ നഷ്ടപ്പെട്ടു പോകുമ്പോൾ സ്കിൻ ഗ്രാഫ്റ്റ്, ഫ്ലാപ്പ് സർജറി, പിന്നെ ചില ക്യാൻസർ സർജറികളൊക്കെ ഇല്ലേ, ബ്രസ്റ്റ് സർജറി ചെയ്യുമ്പോൾ മാറ് നീക്കം ചെയ്യേണ്ടി വരും. അപ്പോൾ മാറ് റീകൺസ്ട്രക്ട് ചെയ്യണം, ബ്രസ്റ്റ് റീകൺസ്ട്രക്ഷൻ. പിന്നെ നാക്കിലെ ക്യാൻസർ, അണ്ണാക്കിലെ ക്യാൻസറൊക്കെ വരുമ്പോൾ വേറെ ദശ വെച്ച് പുനർനിർമ്മിക്കണം. അതിനാണ് റീകൺസ്ട്രക്റ്റീവ് സർജറി എന്ന് പറയുന്നത്. പിന്നെ പൊള്ളലുണ്ടായ ആഴം കൂടിയ പൊള്ളലിന് തൊലി വെക്കണം. പിന്നെ ഈ ചില കിടക്കുന്ന രോഗികളുണ്ടല്ലോ, കൈയൊക്കെ തളർന്നിട്ട് അവർക്ക് ബാക്കിലൊക്കെ ഈ പ്രഷർ സോർ വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കും നമ്മൾ ഈ ഫ്ലാപ്പ് സർജറീസ് ഒക്കെ ചെയ്യേണ്ടി വരും. ഇതെല്ലാം റീകൺസ്ട്രക്റ്റീവ് സർജറി വരും. അല്ലാതെ പൊതുവേ നമുക്കങ്ങനെ പറയാൻ പറ്റത്തില്ല, പ്ലാസ്റ്റിക് സർജറി എന്ത് പ്ലാസ്റ്റിക് സർജറി എന്ന് കേട്ടാലും അത് എക്സ്പെൻസീവ് ആണെന്നുള്ളത് ഒരു തെറ്റായ കൺസെപ്റ്റ്. വെരി റീസെൻ്റ്ലി എൻ്റെ ഒരു റിലേറ്റീവ് ആഫ്റ്റർ ഹർ പ്രഗ്നൻസി വയറ് ചാടുന്നു എന്ന് പറഞ്ഞൊരു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ടമ്മി ടക്ക് എന്ന് പറഞ്ഞൊരു പ്രൊസീജിയറിൻ്റെ ഒരു കാര്യത്തിന് പോയായിരുന്നു. അത് പ്ലാസ്റ്റിക് സർജറിയിൽ ഉള്ളതാണോ സാറേ? അതെ, പ്ലാസ്റ്റിക് സർജൻസ് കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് ഈ ടമ്മി ടക്ക് എന്ന് സാധാരണ ആൾക്കാർ പറയുന്നത്. അതിന് മമ്മി മേക്ക് ഓവർ എന്നും പറയും. പ്ലാസ്റ്റിക് സർജറിയിൽ അതിന് അബ്ഡോമിനോപ്ലാസ്റ്റി എന്ന് പറയും. കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഈ മൾട്ടിപ്പിൾ പ്രഗ്നൻസീസ് കഴിഞ്ഞ് സ്ത്രീകളുടെ ഫ്രണ്ടിലത്തെ വയറൊക്കെ ചാടി ലൂസായി നിൽക്കുമ്പോൾ വയറ് മുമ്പോട്ട് തള്ളി വരുന്നു എന്നൊക്കെ പറഞ്ഞ് പല രോഗികളും വരാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് ചെയ്യുന്ന ഒരു മേജർ പ്രൊസീജിയറിൻ്റെ പേരാണ് ഈ അബ്ഡോമിനോപ്ലാസ്റ്റി. അതായത് നമ്മൾ എക്സസ് ആയിട്ടുള്ള വയറിൻ്റെ സ്കിൻ കട്ട് ചെയ്ത് അത് നേരെ സ്ട്രെയിറ്റ് ആക്കി ഫ്ലാറ്റ് ആക്കി കൊടുക്കുന്ന ഓപ്പറേഷനാണ് ഈ അബ്ഡോമിനോപ്ലാസ്റ്റി എന്ന്. അതുപോലെ തന്നെ മറ്റ് ചിലർക്ക്, കുറച്ചുകൂടെ ചെറുപ്പക്കാർക്കൊക്കെ വയറിൻ്റെ കുറച്ച് ഫാറ്റ് ഡെപ്പോസിഷൻ കൂടുതലായിട്ടുള്ളവർക്ക് ഈ ഹോളായിട്ട് ഫാറ്റ് റിമൂവ് ചെയ്യാൻ പറ്റും വയറിന്. അതിന് ലൈപ്പോസെക്ഷൻ എന്ന് പറയും. അബ്ഡമൻ്റെ ലൈപ്പോസെക്ഷൻ ചെയ്യുകയാണെങ്കിൽ വയറിന് കുറച്ചും കൂടെ ബെറ്റർ ഷേപ്പ് ഉണ്ടാവാൻ സാധ്യത. ഞാൻ കുട്ടിക്കാലം മുതൽ കേൾക്കുന്ന ഒരു കാര്യമാണ്, ഈ സിനിമാ നടികൾ മുഖത്തെ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി പ്ലാസ്റ്റിക് സർജറീസ് ചെയ്തിട്ടുണ്ട് എന്ന്. ലൈക്ക് ഫോർ എക്സാമ്പിൾ നമ്മുടെ ശ്രീദേവി, ബോളിവുഡ് ആക്ട്രസ് ശ്രീദേവി ഒക്കെ ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ പ്ലാസ്റ്റിക് സർജറിയിൽ ഉള്ളതാണോ? അതെ, സാധാരണ മുഖത്തെ പ്ലാസ്റ്റിക് സർജറി, അതായത് ഫേഷ്യൽ എന്നിവ കുറച്ചുകൂടെ സൗന്ദര്യം വർദ്ധിപ്പിക്കാനായി ചെയ്യുന്ന ഒത്തിരി പ്ലാസ്റ്റിക് സർജറി പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്, എല്ലാവരും കേട്ടിട്ടുണ്ടാവും, റൈനോപ്ലാസ്റ്റി. അതായത് മൂക്കിൻ്റെ പ്ലാസ്റ്റിക് സർജറി. പലരുടെയും മൂക്കിൻ്റെ സൗന്ദര്യം വർദ്ധിക്കാനായി നമ്മൾ ചിലർ പറയും അത് കുറച്ച് താന്നിരിക്കുകയാണ്, അറ്റം കുറച്ച് വീതി കൂടിയതാണ്, അങ്ങനെ ടിപ്പ് കുറച്ച് താന്നിരിക്കുകയാണ്, സൈഡിൽ നിന്ന് വളവുണ്ട്. ഇതെല്ലാം കറക്റ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന പ്ലാസ്റ്റിക് സർജറിയുടെ പേരാണ് റൈനോപ്ലാസ്റ്റി.
ഇത് കൂടാതെ മുഖത്തിൻ്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ ഇപ്പോൾ പ്രായമാകുമ്പോൾ കുറച്ച് റിങ്കിൾസ് ഒക്കെ വരത്തില്ലേ, കണ്ടിട്ടില്ലേ? അതൊക്കെ മാറ്റാൻ വേണ്ടി ബോട്ടോക്സ് ഇഞ്ചക്ഷൻ ഉണ്ട്. അതുപോലെ കുറച്ച് കുഴിവുകളും ഇതൊക്കെ സ്മൂത്തൻ ഔട്ട് ചെയ്യണമെങ്കിൽ ഫില്ലേഴ്സ് എന്ന് പറയും, ബോട്ടോക്സ് ഫില്ലേഴ്സ്. പിന്നെ മറ്റ് വേറൊരു കുറച്ചുകൂടെ സർജിക്കൽ പ്രൊസീജിയറാണ് ഈ ഫേസ് ലിഫ്റ്റ് എന്ന് കേട്ടിട്ടുണ്ട്. കുറച്ചും കൂടെ നമ്മൾ ഏജ് ആകുമ്പോൾ ഫേസിൻ്റെ എന്താ പറയുക, ആ ഒരു ചബ്ബിനെസ് പോയി ഫേസ് കുറച്ചുകൂടെ താഴ്ന്നു വരും. അപ്പോൾ ഫേസിന് കുറച്ചും കൂടെ ഒരു റീജുവനേറ്റും കുറച്ചും കൂടെ ഒരു ബ്രൈറ്റ്നസ്സും ഗ്ലോയിങ്ങും കിട്ടാൻ വേണ്ടിയൊക്കെ ചെയ്യുന്ന പ്രൊസീജിയറാണ് ഈ ഫേസ് ലിഫ്റ്റ് എന്നൊക്കെ പറയുന്നത്. ഇതുപോലെ മൾട്ടിപ്പിൾ ചെറിയ ചെറിയ പ്ലാസ്റ്റിക് സർജറി പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഡീപ്പ് ബേൺസ് ഉള്ള പേഷ്യൻസിനെ സർ ട്രീറ്റ് ചെയ്യാറുള്ളതാണല്ലോ, അതിന് എന്താണ് ട്രീറ്റ്മെന്റ് ഉള്ളത് പ്ലാസ്റ്റിക് സർജറിയുടെ ഭാഗത്തു നിന്ന്? ബേൺസ് നമ്മൾ കേട്ടിട്ടുണ്ട്, പലതരത്തിലെ ബേൺസ്, അതായത് ഡിഗ്രി അനുസരിച്ച് ആഴം കൂടിയ പൊള്ളൽ, ഫസ്റ്റ് ഡിഗ്രി, സൂപ്പർഫിഷ്യൽ സെക്കൻഡ് ഡിഗ്രി, ഡീപ്പ് സെക്കൻഡ് ഡിഗ്രി, തേർഡ് ഡിഗ്രി. ഇതിൽ തന്നെ സാധാരണ നമ്മൾ മരുന്നും ഇതൊക്കെ വെച്ച് 2 ആഴ്ചയ്ക്കകം തനിയെ ഉണങ്ങാത്ത പൊള്ളലാണ് ഈ ഡീപ്പ് സെക്കൻഡ് ഡിഗ്രി, തേർഡ് ഡിഗ്രി ബേൺസ്, അതായത് ഡീപ്പ് പൊള്ളൽ എന്ന് പറയും, ഡീപ്പ് ബേൺസ്. ഇങ്ങനെയുള്ള ബേൺസിനാണ് നമ്മൾ പ്ലാസ്റ്റിക് സർജറിയുടെ ആവശ്യം. ഇവിടുത്തെ ഏറ്റവും കോമൺ ആയിട്ട് ചെയ്യുന്ന പ്ലാസ്റ്റിക് സർജറി എന്ന് പറഞ്ഞാൽ തൊലി, അതായത് സ്കിൻ ഗ്രാഫ്റ്റിംഗ് എന്ന് പറയും. അതായത് നമ്മുടെ തന്നെ സ്കിന്ന് വേറെ സ്ഥലത്തു നിന്ന് വെട്ടി ഈ പൊള്ളൽ ആഴത്തിലേറ്റ സ്കിൻ റിമൂവ് ചെയ്തിട്ട് ഗ്രാഫ്റ്റ് ചെയ്യുന്നതിനാണ് സ്കിൻ ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. മേജർ റോഡ് ട്രാഫിക് ആക്സിഡൻറ്റ്സ് കഴിഞ്ഞ ആൾക്കാർക്ക് സ്കിൻ ലോസ്, ടിഷ്യൂ ലോസ് ഒക്കെ നമ്മൾ കാണുന്നതാണ്. അവർക്ക് പ്ലാസ്റ്റിക് സർജറി എന്താണ് ചെയ്യുന്നത്? സാധാരണ നമ്മൾ ഈ മേജർ RTA ഒക്കെ കഴിയുമ്പോൾ സാധാരണ അവർക്ക് ഈ മേജർ ഓർത്തോ ഫ്രാക്ചേഴ്സിൻ്റെ ഒപ്പം തന്നെ സ്കിന്ന് അല്ലെങ്കിൽ മസില്, ടിഷ്യൂ ഒക്കെ ലോസ്റ്റ് ആയിരിക്കും. അങ്ങനെയുള്ളവർക്ക് നമുക്ക് വേറെ ടിഷ്യൂ വെച്ച് മുറിവ് ഉണക്കണം. അതിനാണ് ഫ്ലാപ്പ് സർജറി എന്ന് പറയുന്നത്. ചിലപ്പോൾ അതേ ടിഷ്യൂ ലോസ് ഉള്ള ഭാഗത്തിൻ്റെ അടുത്ത് നിന്ന് തന്നെ ടിഷ്യൂ ഫ്ലാപ്പ് സർജറി ചെയ്യാൻ പറ്റും. മറ്റ് ചില കേസിൽ ദൂരെയുള്ള ടിഷ്യൂ, അതായത് മൈക്രോവാസ്കുലർ സർജറി ചെയ്ത് വേറെ ദശ വെച്ച് ഇത് ഹീലാക്കേണ്ടതാണ്. Over the last 9 years of your service to Believers Church Medical College Hospital, which was the heartfelt moment you had experienced in your during your service period, or which was the moment you felt connected with the people in your experience? ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് മനസ്സിൽ തങ്ങി നിൽക്കുന്ന. അതിൽ എടുത്തു പറയുകയാണെങ്കിൽ മുമ്പ് എനിക്കൊരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു, വളരെ നമ്മുടെ കുമിളി ഭാഗത്തു നിന്നുള്ളത്. അയാളൊരു റോഡ് ആക്സിഡൻറ്റിന് ശേഷം അരയ്ക്ക് താഴെ തളർന്ന് പാരാപ്ലീജിയ എന്ന് പറയും, ഫുൾ വീൽ ചെയർ ബൗണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അവസാനം ബാക്കിലൊരു വലിയ വ്രണം വന്നു, പ്രഷർ സോർ എന്ന് പറയും. അത് കാരണം പേഷ്യൻ്റ് അതിൽ നിന്ന് ഇൻഫെക്ഷൻ ഇതൊക്കെ ആയിട്ട് പേഷ്യൻ്റെ മൊബിലിറ്റി എല്ലാം എഫക്റ്റഡ് ആയിരുന്നു. സോ പുള്ളി ഒരു ദിവസം നമ്മളെ ഒന്ന് കൺസൾട്ട് ചെയ്യുന്നു, നമ്മൾ ഇവാലുവേറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ പ്ലാസ്റ്റിക് സർജറി ചെയ്തു, ഫ്ലാപ്പ് ചെയ്തു, ഇവിടെ 2 ആഴ്ച കിടന്നു, എല്ലാം ഹീലായിപ്പോയി. വളരെ ഹാപ്പി ഒരു പേഷ്യൻ്റായിരുന്നു. അതിനെക്കാട്ടും സന്തോഷം ഉണ്ടായത് ഇതേ പേഷ്യൻ്റ് തന്നെ ഒരു 10 മാസത്തിന് ശേഷം പുള്ളിയുടെ കല്യാണത്തിന് നമ്മളെ ക്ഷണിക്കുകയും പുള്ളി വീൽ ചെയറിൽ നിന്നൊരു കല്യാണം കഴിക്കുകയും അതിന് പോയി അതിൽ പങ്കെടുക്കാനുള്ളൊരു സന്തോഷം ഉണ്ടാക്കുന്നൊരു മൊമെൻ്റ് ആയിരുന്നു അത്. ആ പേഷ്യൻ്റ് റീസെൻ്റ്ലി അയാൾക്കൊരു കുഞ്ഞുണ്ടായെന്ന് പറഞ്ഞ് വീണ്ടും ഒരു കഴിഞ്ഞ മാസം എന്നെ വിളിക്കുകയുണ്ടായി. ഇതൊക്കെ നമ്മൾ ആ ചെയ്തു തരുന്ന പ്രൊസീജിയറിൽ നിന്ന് നമുക്ക് കിട്ടുന്നൊരു സന്തോഷം വളരെ വലുതാണ്. പിന്നെ മറ്റ് ചില ഈ ടീനേജ് കുട്ടികൾ വരാറുണ്ട്. ഈ ഗൈനക്കോമാസ്റ്റി എന്ന് പറഞ്ഞൊരു പ്രശ്നമുണ്ട്, അതായത് മെയിൽസിന് ചെസ്റ്റ് എൻലാർജ്മെൻ്റ് ഉള്ളു. അപ്പോൾ അത് ഭയങ്കര ഒരു സൈക്കോ സോഷ്യൽ എംബാരസ്മെൻ്റ് ആണ്. അങ്ങനൊരു കുട്ടി എനിക്ക് ഓർമ്മയുണ്ട്. അവൻ സ്കൂളിലോ വീട്ടിലൊന്നും അവൻ ഭയങ്കര ലൂസ് ഉടുപ്പല്ലാതെ ഒന്നും ഇടത്തില്ല, വേറെ ആയിട്ട് നിൽക്കത്തില്ല. വീട്ടിൽ ഗസ്റ്റൊന്നും വരുമ്പോൾ വെളിയിൽ വരത്തില്ല, സ്കൂളിൽ സ്പോർട്സിനൊന്നും പങ്കെടുത്തില്ല. അവൻ്റെ സ്റ്റഡീസിലൊക്കെ അവൻ വളരെ മോശമായി. അങ്ങനെ അവനെ കൊണ്ടുവന്ന് ഞങ്ങളെ കാണിക്കുന്നു. ഞങ്ങളത് ഗൈനക്കോമാസ്റ്റി എന്ന പ്രോബ്ലം ആണെന്ന് കണ്ടുപിടിക്കുന്നു. അതിനുള്ള ലൈപ്പോസെക്ഷൻ നമ്മുടെ ലൈപ്പോസെക്ഷനുമായിട്ട് ഇൻജെക്റ്റുകയും ചെയ്തു. കംപ്ലീറ്റ് ശരിയായതിനു ശേഷം അവന് 3-4 മാസത്തിന് ശേഷം അവൻ്റെ ഓവറോൾ അവൻ്റെ ഒരു ഔട്ട്ലുക്കേ മാറി. ഹി വാസ് ഡൂയിങ് വെരി വെൽ അറ്റ് സ്കൂൾ. അവൻ എല്ലാ സ്പോർട്സിനും കളിക്കാനും ഒക്കെ ഇറങ്ങാൻ തുടങ്ങി. അവൻ്റെ ആ ഫുൾ കോൺഫിഡൻസ് അവന് തിരിച്ചു കിട്ടി. ഇങ്ങനെ ഒത്തിരി സ്റ്റോറീസ് ഉണ്ട്. ജസ്റ്റ് ഒരു 2 സ്റ്റോറി ഞാൻ ഓർമ്മ വന്നുകൊണ്ട് പറഞ്ഞു തന്നു. ഇപ്പം ഇത്രയും നേരം സാറ് ഞങ്ങളുടെ അടുത്ത് പല കാര്യങ്ങൾ ഷെയർ ചെയ്തു, പ്ലാസ്റ്റിക് സർജറിയുടെ പല കാര്യങ്ങൾ. ഇതൊക്കെ നമ്മുടെ ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ലഭ്യമാണോ? അതെ, കൂടുതലും ഞാൻ ഇത്ര നേരം സംസാരിച്ച റീകൺസ്ട്രക്റ്റീവ് പ്ലാസ്റ്റിക് സർജറി, അതേപോലെ തന്നെ കോസ്മെറ്റിക് പ്ലാസ്റ്റിക് സർജറി, ഇതിൽ മിക്ക പ്രൊസീജിയേഴ്സും നമുക്ക് ഇവിടെ മിക്കവാറും എല്ലാം നമ്മുടെ ഇവിടെ അവൈലബിൾ ആണ്. ഇതിൽ തന്നെ നമ്മൾ പ്രധാനമായിട്ട് ചെയ്യുന്ന കോസ്മെറ്റിക് പ്രൊസീജിയേഴ്സ് ആണ് ലൈപ്പോസെക്ഷൻ, അബ്ഡോമിനോപ്ലാസ്റ്റി, ബ്രസ്റ്റ് റിഡക്ഷൻ, പിന്നെ മൂക്കിൻ്റെ റൈനോപ്ലാസ്റ്റി, പിന്നെ PRP കേട്ടിട്ടുണ്ടല്ലോ, മുടി കൊഴിച്ചിലിനൊക്കെ ഉള്ള PRP, പിന്നെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ, പിന്നെ ഈ ബോട്ടോക്സ്, ഫില്ലേഴ്സ്, ഇങ്ങനെയുള്ള എല്ലാത്തരം കോസ്മെറ്റിക് പ്രൊസീജിയറുകളും ചെയ്യുന്നുണ്ട്. പിന്നെ റീകൺസ്ട്രക്റ്റീവ് സർജറിയിലായാലും സ്കിൻ ഗ്രാഫ്റ്റുകൾ, ഫ്ലാപ്പ്, ഈവൻ മൈക്രോവാസ്കുലർ ഫ്ലാപ്സ്, പിന്നെ ക്യാൻസർ സർജറി കഴിഞ്ഞിട്ടുള്ള റീകൺസ്ട്രക്ഷൻ, ഈ പ്രഷർ സോറിന്, പിന്നെ ബേൺസിനുള്ള എല്ലാവിധ ട്രീറ്റ്മെൻറ്റും ഇതെല്ലാം ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ അവൈലബിൾ ആണ്. താങ്ക് യു സർ.
ഈ ഒരു ഇൻ്റർവ്യൂവിൽ നിന്നും എനിക്ക് പ്ലാസ്റ്റിക് സർജറിനെ സംബന്ധിച്ചുള്ള ഡൗട്ട്സ് ഒക്കെ ഏറെക്കുറെയൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്കും അതുപോലെ തന്നെയാണെന്ന്. വൺസ് അഗൈൻ താങ്ക് യു സർ. താങ്ക് യു.